20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. വാരപ്പെട്ടി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയ മുന്നണികൾക്ക് തലവേദനയായി ജനകീയ വികസന സമിതി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചു. മുഖ്യ രാഷ്ട്രീയ മുന്നണികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് മുൻപേ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് രംഗത്ത് ശ്രദ്ധ നേടുകയാണ് ജനകീയ വികസന സമിതി. സ്ത്രീ സംവരണമായ 10ാം വാർഡിൽ ശ്രീലേഖ എസിനെയാണ് സമിതി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ വീടുകൾ കയറിയുള്ള വോട്ട് അഭ്യർത്ഥനയും പ്രചാരണ ബോർഡുകൾ സ്ഥാപിക്കലും തുടങ്ങി സമിതി പ്രചാരണത്തിൽ ബഹുദൂരം മുന്നിലാണ്. ഗ്രാമപഞ്ചായത്തിൽ ഒരു വാർഡ് അധികമായി ചേർത്തതോടെ നിലവിലുണ്ടായിരുന്ന വാർഡുകളുടെ അതിർത്തി മാറിയതാണ് മുന്നണികളെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ആശയക്കുഴപ്പത്തിലാക്കിയത്. ഈ അനിശ്ചിതത്വം മുതലെടുത്താണ് ജനകീയ വികസന സമിതിയുടെ പ്രഖ്യാപനം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ വിവിധ പാർട്ടികൾക്ക് വേണ്ടി പ്രചാരണം നടത്തിയ വ്യക്തികൾ ചേർന്നാണ് ജനകീയ വികസന സമിതിക്ക് രൂപം നൽകിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനു ശേഷം ജയിച്ചവർ ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടാത്തതിൽ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടാണ് സമിതിയുടെ രംഗപ്രവേശം. പാറക്കെട്ടുകൾ നിറഞ്ഞ പ്രദേശങ്ങളും രൂക്ഷമായ ജല ദൗർലഭ്യവും യാത്രാ സൗകര്യത്തിനും മതിയായ റോഡുകളും ഇല്ലാത്ത പ്രദേശങ്ങളാണ് 10ാം വാർഡിൽ ഭൂരിഭാഗവും ഉൾപ്പെടുന്നത്. ഇതിനൊരു ശാശ്വത പരിഹാരം കാണുകയായിരിക്കും തന്റെ പ്രധാന ലക്ഷ്യമെന്ന് സ്ഥാനാർത്ഥി ശ്രീലേഖ പറഞ്ഞു. നമുക്ക് ഒരുപാട് ഒരു ഗ്രാമം എന്ന നിലയ്ക്ക് നമുക്ക് വഴിക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, കുടിവെള്ളത്തിനുള്ള പ്രശ്നങ്ങളുണ്ട്, പിന്നെ നല്ല രീതിയിൽ ജോലിക്കോ അങ്ങനെയൊന്നും പോകാൻ പറ്റാണ്ടുള്ള ആൾക്കാരുണ്ട്. നമുക്ക് ചുറ്റുവട്ടത്ത് തന്നെ സാമ്പത്തികമായിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ടിലുള്ള ആളുകളുണ്ട്, അസുഖം വന്നിട്ടുള്ള ആളുകളുണ്ട്. അങ്ങനെ ഒരുപാട് കാറ്റഗറിയിലുള്ള ആളുകളുണ്ട് നമ്മുടെ ചുറ്റുപാടും നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ. അപ്പം ഇവരുടെയൊക്കെ അടുത്ത് ഓരോ വാഗ്ദാനങ്ങളും നൽകിയിട്ടാണ് ഈ വോട്ട് ശേഖരിച്ച് ഇവർ പോകുന്നത്. പക്ഷെ പിന്നീടൊന്നും ഇവരാരും തിരിഞ്ഞു നോക്കുന്നതും കണ്ടിട്ടില്ല. നമുക്കിപ്പം ഈ ഭാഗങ്ങളിലേക്കൊക്കെ അകത്തേക്ക് ഉൾവഴികൾ ധാരാളം ഉണ്ട്. വളരെ കഷ്ടപ്പെട്ട വണ്ടിയൊന്നും ചെല്ലില്ലാത്ത രീതിയിലൊക്കെയുള്ള വഴികളുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് നേരാക്കി കൊടുക്കാനോ, അതൊക്കെ വാഗ്ദാനങ്ങളൊക്കെ നൽകിയിട്ടാണ് പോയിട്ടുള്ളത്. അതൊന്ന് ചെയ്തു കൊടുക്കാനോ, കുടിവെള്ളത്തിന് ഈ ഭാഗങ്ങളിലേക്കൊക്കെ ഇപ്പോൾ പാറക്കെട്ടുകളൊക്കെയാണ്. അപ്പോൾ നമുക്ക് കിണർ കുത്തിയിട്ടുണ്ടെങ്കിലും വേനൽക്കാലം ആകുമ്പോൾ വെള്ളമൊന്നും കിട്ടത്തില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ സമയത്ത് നമ്മൾ അതിന് വേണ്ടിയുള്ള പദ്ധതികളൊക്കെ ആവിഷ്കരിച്ചിട്ടുണ്ടെങ്കിലും അതിനൊരു സമഗ്രമായ രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളോ നടത്തിപ്പോ ഒന്നും ഉണ്ടായിട്ടില്ല അതിനൊന്ന് വേണ്ടിയിട്ട്. അപ്പം അതൊക്കെ ഒന്ന് നടപ്പിലാക്കണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ശ്രീലേഖ സ്ത്രീ സംവരണത്തിലൂടെ അധികാരത്തിലെത്തിയ വനിതകൾ പിന്നീട് മറ്റൊരു വനിതയെയും പൊതുരംഗത്തേക്കോ അധികാര സ്ഥാപനങ്ങളിലേക്കോ കൈപിടിച്ചുയർത്താത്തതിൽ അമർഷം രേഖപ്പെടുത്തി. നമ്മൾ കടന്നു വരുമ്പം നമുക്കൊപ്പം പ്രവർത്തിക്കാനായിട്ട് ഒരുപാട് സ്ത്രീകളെ കൂടെ കൂട്ടി അവരുടെ ആശയങ്ങളും എടുത്ത് അവരുടെ നേതൃത്വ പാഠമൊക്കെ നമുക്ക് വളർത്തി അവരെ മുന്നണിയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പം ഞാൻ കയറി വന്നിരിക്കുകയാണെങ്കിൽ എൻ്റെ ഒപ്പം ഒരുപാട് സ്ത്രീകളും അവരുടെ ആശയങ്ങളും അവർക്ക് കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനങ്ങളും ഒപ്പം ഉണ്ടാവും. ഞാൻ മാറിയിട്ടുള്ളൊരു സമയത്ത് അവരിൽ ഇപ്പം അന്വേഷിച്ച് നടക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവരുത്. ഒരു വനിതാ വാർഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് വരാൻ തയ്യാറായിട്ടുള്ള നമുക്കല്ലെങ്കിൽ പറയാവുന്ന രീതിയിലുള്ള ധാരാളം സ്ത്രീകളും ഉണ്ടായിരിക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. മേള കലാകാരിയും എഴുത്തുകാരിയും ചെണ്ടയിലും ഇടയ്ക്കയിലും പ്രാവീണ്യം തെളിയിച്ച ശ്രീലേഖ പ്രഗത്ഭരായ മേളക്കാരോടൊപ്പം കുറുംകുഴൽ വായനം നടത്തിയും തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. വിവിധ സംഘടനകളിലൂടെ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള എഴുത്തുകാരി കൂടിയാണവർ. പ്രസംഗങ്ങളിലൂടെ ജനസദസ്സിനെ ആലോചനപ്പെടുത്തുന്നതിനേക്കാൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിനായിരിക്കും താൻ മുൻഗണന നൽകുന്നതെന്നും ശ്രീലേഖ കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.